ഇനി ടോപ്പ് ഹെഡ്ലൈൻസ്. കൊച്ചിയിലെ മാർക്കറ്റിംഗ് കമ്പനിയിൽ ടാർഗറ്റ് തികയ്ക്കാത്തതിന് ജീവനക്കാരോട് ക്രൂര പീഡനം. കഴുത്തിൽ ബെൽറ്റ് കെട്ടി നായയെപ്പോലെ നടത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. നിലത്തുനിന്ന് നാണയങ്ങളും ചീഞ്ഞ പഴങ്ങളും നക്കിയെടുപ്പിച്ചു. ഗോകുലം ഗ്രൂപ്പ് സ്ഥാപനങ്ങളിലെ റെയ്ഡിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് ഇഡി. റിസർവ് ബാങ്കിന്റെയും വിദേശ നാണയ വിനിമയത്തിന്റെയും ചട്ടങ്ങൾ ലംഘിച്ച് വിദേശത്തേക്ക് പണം കൈമാറി. പ്രവാസികളിൽ നിന്ന് അനധികൃതമായി 592 കോടി രൂപ സമാഹരിച്ചു. റെയ്ഡിൽ 1.5 കോടി രൂപ പിടിച്ചെടുത്തുവെന്നും ഇഡി. നടൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. മുൻപ് അഭിനയിച്ച സിനിമകളുടെ പ്രതിഫല തുകയിൽ വ്യക്തത വരുത്തണമെന്ന് നിർദ്ദേശം. മലപ്പുറത്തിനെതിരെ വർഗീയ ചുവയുള്ള പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം. മലപ്പുറത്ത് സ്വതന്ത്രമായി ശ്വസിക്കാനോ അഭിപ്രായം പറയാനോ കഴിയുന്നില്ല. മലപ്പുറം പ്രത്യേക രാജ്യമാണോ എന്നും പരിഹാസം. ഈഴവർക്ക് കടുത്ത അവഗണനയെന്നും വെള്ളാപ്പള്ളി നടേശൻ. താനൂരിൽ വെള്ളാപ്പള്ളിയുടെ കോലം കത്തിച്ച് യൂത്ത് ലീഗ് പ്രതിഷേധം. സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂമി കത്തോലിക്ക സഭയ്ക്കെന്ന RSS മുഖപത്രത്തിലെ ലേഖനം വിവാദത്തിൽ. വഖഫ് ബില്ലിന് പിന്നാലെ RSS ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞുവെന്ന് രാഹുൽ ഗാന്ധി. അടുത്ത ലക്ഷ്യം കത്തോലിക്കരെന്ന് VD സതീശൻ. വിമർശനങ്ങൾക്ക് പിന്നാലെ ഓർഗനൈസർ വെബ്സൈറ്റിൽ നിന്ന് ലേഖനം പിൻവലിച്ചു. വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ആദിവാസി യുവാവ് തൂങ്ങി മരിച്ചതിൽ നടപടി. സ്റ്റേഷനിലെ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവുണ്ടായെന്ന് കണ്ടെത്തൽ. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതിക്കെതിരെ കൂടുതൽ തെളിവുകൾ. ഉദ്യോഗസ്ഥയെ ഗർഭഛിദ്രത്തിന് വിധേയയാക്കാൻ പ്രതി സുകാന്ത് വ്യാജരേഖകൾ ഉണ്ടാക്കി. സ്വകാര്യ ആശുപത്രിയിൽ ഗർഭഛിദ്രം നടത്തിയതിനും തെളിവ്. വ്യാജ ക്ഷണക്കത്തുൾപ്പെടെ ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തി പോലീസ്. ലഹരിയിൽ നിന്ന് മോചനം നേടാൻ പോലീസ് സ്റ്റേഷനിലെത്തി സഹായം അഭ്യർത്ഥിച്ച യുവാവ്. മലപ്പുറം താനൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. ശമ്പള വർധനയ്ക്കായി സമരം ചെയ്ത അംഗൻവാടി ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടി. ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നോട്ടീസ് നൽകിയത് LDF ഭരിക്കുന്ന തിരുവനന്തപുരം ഉഴമലയ്ക്കൽ പഞ്ചായത്ത്. അംഗൻവാടി അടച്ചിട്ടതും സർക്കാരിനെതിരെ സംസാരിച്ചതും തെറ്റെന്ന് നോട്ടീസ്. ആലപ്പുഴ തിരുവൻവണ്ടൂരിൽ സഞ്ചാരയോഗ്യമായ വഴിയില്ലാതെ ദുരിതത്തിലായി ഒരു കുടുംബം. 8 വർഷമായി 62കാരൻ തമ്പി ഭാര്യയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ചുമലിലേറ്റി. റോഡിന് 3.5 വർഷം മുമ്പ് അനുവാദം നൽകിയിട്ടും നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്ന് പരാതി.